ദേശീയപാത 66ന്റെ നിർമ്മാണത്തെ തുടർന്ന് തോടുകൾ അടഞ്ഞതോടെ ആദ്യ മഴയിൽ തന്നെ നിരവധി പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. മൂത്തകുന്നം മുതൽ ചെറിയപ്പള്ളി വരെ 100ഓളം കുടുംബങ്ങൾ വെള്ളത്തിനടിയിലായി. റോഡുകൾ പലതും വെള്ളം നിറഞ്ഞ് സഞ്ചാരം തടസ്സപ്പെട്ടതോടെ പ്രളയസമാനമായ സ്ഥിതിവിശേഷമാണ് ഈ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി തോടുകളിൽ ആസ്പെറ്റോസ് പൈപ്പുകൾ സ്ഥാപിച്ച് വെള്ളം പോകാൻ താൽക്കാലിക സംവിധാനം ഒരുക്കിയിരുന്നുവെങ്കിലും ഇവ അടഞ്ഞ നിലയിലാണ്. മഴക്കാലത്തിന് മുൻപായി വെള്ളം ഒഴുകിപ്പോകുന്നതിന് സംവിധാനം കണ്ടെത്തണമെന്ന് വ്യാപകമായി ആവശ്യം ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ദുരന്ത നിവാരണ അതോറിറ്റി ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും നിർമ്മാണ കമ്പനി പ്രതിനിധികളും സംയുക്തമായി പരിശോധന നടത്തി പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടയിലാണ് ബുധനാഴ്ച രാത്രി അപ്രതീക്ഷിതമായ മഴയെത്തിയത്. വ്യാഴാഴ്ച നേരം പുലർന്നതോടെ പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. മുറവൻതുരുത്തിൽ കല്ലറയ്ക്കൽ സരളയും മകളും 2 കുട്ടികളുമടങ്ങുന്ന ചെറിയ വീടിന്റെ വരാന്ത വരെ വെള്ളം കയറിയതോടെ ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. സമീപത്ത് തോടുണ്ടായിട്ടും വെള്ളം ഒഴുകി പോകുന്നുണ്ടായിരുന്നില്ല. ഇവിടുത്തെ താഴ്ന്ന പ്രദേശങ്ങളിലെ ഒട്ടുമിക്ക വീടുകളും വെള്ളക്കെട്ട് ഭീഷണിയിലായി. തുരുത്തിപ്പുറം മടപ്ലാത്തുരുത്ത് റോഡും പരിസരവും വെള്ളം ഉയർന്ന് സഞ്ചാരം തടസ്സപ്പെട്ടു. മുനമ്പം കവലയിൽ പഴയ ദേശീയപാതയും വെള്ളത്തിലായതോടെ ഏറെ നേരം ഗതാഗതവും താറുമാറായി. വേനൽ മഴയിൽ ഈ ഗതിയാണെങ്കിൽ കാലവർഷം കനക്കുമ്പോൾ എങ്ങനെയാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. എൻലൈറ്റ് ന്യൂസ്, പറവൂർ.